മെമ്പറേ ഒരു ഐഡിയ കിട്ടി. എന്തുവാടാ? റെയ്ഡ്. അയ്യേ, ആ റെയ്ഡ് അല്ല മെമ്പറേ, പിന്നെ ഇഡി റെയ്ഡ്. ഏടിയാ? അതെന്താന്ന്? മെമ്പറെ, ഈ കേന്ദ്രത്തിൽ ഒരു ടീമുണ്ട്. അവർക്ക് അവിടെ നിന്ന് ബോറടിക്കുമ്പോഴത്തേക്ക് അവർ നേരെ കേരളത്തിൽ വരും. എന്നിട്ട് ഇവിടെ ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയ പട്ടിക ഉന്നത നേതാവിന്റെ വീട്ടിൽ പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കിടന്ന് തിരയും. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കും, ഫുഡ് കഴിക്കും, എല്ലാം കഴിയും. വൈകുന്നേരം ആകുമ്പോൾ അവന്മാർ വണ്ടി കയറി തിരിച്ചു പോകും. എന്നിട്ട് അവർക്ക് എന്തോ ഗുണം? അല്ല, അവന്മാർക്ക് ഗുണമല്ല. അവന്മാർ ഈ കള്ളത്തരങ്ങളില്ലേ, നമ്മൾ ഫണ്ടൊക്കെ അടിച്ചു മാറ്റണം, ആ സെറ്റപ്പ് പിടിക്കാൻ പറഞ്ഞ ടീമാണ്. എന്നിട്ട് പിടിച്ചോ? പറയണ കേള്, നമ്മളെ ഓപ്പോസിറ്റുള്ള ടീമില്ലേ, അവന്മാർ കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിയിരുന്നപ്പോഴത്തേക്ക് മറ്റേ സോഫ്റ്റ്വെയർ ഇല്ലേ, നമ്മളെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അതിന്റെ പേരിൽ കോടികൾ മുക്കിയിട്ടുണ്ട്. ചേടാ, നമ്മളെക്കാളും വലിയ കള്ളന്മാരാ. പിന്നെ ഇവന്മാർ പഠിച്ച കള്ളന്മാരാ. ഇപ്പൊ എന്തോ ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട. ഞാനിപ്പോ നേരെ ഹൈക്കമാൻഡിനെ വിളിക്കും. അവിടെ നിന്ന് കേന്ദ്രത്തിൽ ഇടപെട്ടിട്ട് ഈ ഇഡി ഒന്ന് കുത്തി ഇളക്കി വിടും. ഏത്? ഈ സോഫ്റ്റ്വെയറിന്റെ കേസിൽ. നേരെ അവന്മാർ ഇവിടെ വരും. റെയ്ഡ്, മാധ്യമം, മാടി, ഇടി എല്ലാം കൂടെ ഒരു കലക്കല് കലക്കും. എങ്ങനെയുണ്ട്? ഇത്തവണ ഇവന്മാര് പെട്ടത് തന്നെ. പെടും, പെടുകിക്കും. നമ്മൾ നാറിയതിന്റെ ഇരട്ടി ഇവന്മാരെ നമ്മൾ നാറ്റിക്കും, പെടുത്തിയിരിക്കും. മെമ്പറേ, അപ്പൊ ഞാൻ പോയി ഹൈക്കമാൻഡിനെ ഒന്ന് കുത്തി ഇളക്കി ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരാം. ഓക്കെ? ഓക്കെ, ഡൺ. പിന്നല്ല, ഈ കൊച്ചാപ്പി ഇല്ലായിരുന്നെങ്കിലോ ഞാൻ ഒറ്റയ്ക്ക് പെട്ടുപോകത്തില്ലായിരുന്നു. എടാ കൊച്ചാപ്പി, നമിച്ചു. ജി നമോ ഭാഗം. ആ ജി, ഞാൻ വിളിച്ചതാ ജി. നമുക്കേ ഒരു ചെറിയ റെയ്ഡ് വേണം. ഓ, CBI ഒന്നും വേണ്ട, CBI വേണ്ട. CBIക്ക് ഇവിടെ മാർക്കറ്റില്ലെന്നേ. ഈ സിനിമ ഇറക്കി എല്ലാം ഒന്ന് നശിപ്പിച്ച്. നമുക്ക് ഈടിക്കാണ് മാർക്കറ്റ്. ആ ജി, ചെറിയൊരു റെയ്ഡ്, ഒരു 5-6 പേര് മതി. ഓ, ഓക്കെ ജി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ശുക്രിയ ജി. ഓക്കെ ജി, അപ്പൊ പണി സെറ്റ്. ഹലോ, രവിക്ക് മനസ്സിലായില്ലേ? ഞാനാ ഉണ്ണികൃഷ്ണൻ. എന്നാലും റൈഡാ? ഏത് പണിനെ ആരോട് ഓടിച്ചു? ആ റൈഡല്ലടാ, ഇഡി റൈഡ്. ഇഡി റൈഡാ? അതെന്താ? അത് ചില നിഷ്പക്ഷമായിട്ടുള്ള ചില ഫയലുകളും ചില രേഖകളും ചില കണക്കിൽ പെടാത്ത പൈസകളൊക്കെ ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന ടീമാണ് ഇഡി എന്ന് പറയുന്നത്. ഇഡി ഫുൾ ഫോം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നേതാവിന്റെ വീട് വളഞ്ഞിട്ടുണ്ട്. അവിടെ മൊത്തം പ്രശ്നക്കാരാ. പ്രതിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവര്, പോലീസുകാര് എല്ലാരും ഉണ്ട്. അല്ല, നമ്മുടെ നേതാവിന്റെ വീട്ടിലെന്തിനാ വളയണം? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭരണപക്ഷത്തിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നേതാവിന്റെ മോള് ഒരു സോഫ്റ്റ്വെയർ അങ്ങോട്ട് വാങ്ങിച്ചു. കുറച്ച് കോടികളായിട്ടുള്ളോ, അതിനാണ് ഇവന്മാര് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ല, ഈ വാങ്ങിച്ച സോഫ്റ്റ്വെയറിന് പേരില്ല? അതെന്തിട്ട് എക്സലോ ഡബിൾ എക്സലോ ട്രിപ്പിൾ എക്സലോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ? അതതിന് വിവരമില്ലാണ്ട് അത് വാങ്ങിച്ചു. അതിന് എത്ര കോടിയായിരുന്നു? എത്രയോ കോടി, 500 400. അല്ല, അപ്പൊ ഇപ്പൊ അതെങ്ങനെ പ്രശ്നമായി? ഇപ്പൊ ഭരണപക്ഷം കേറിയാ നമ്മുടെ എതിർപക്ഷല്ലേ, അവരിതെല്ലാം കുത്തിപ്പൊക്കി. നമ്മൾ ചെയ്ത എല്ലാ കൊള്ളരുതാത്തരും കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. നേതാവ് കുടുങ്ങി. നമ്മുടെ ആശാൻ അതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെങ്ങനെ? എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അപ്പൊ ആശാനും കൊടുക്കും? ആശാനും കൊടുക്കും. ആശാന്റെ വീട്ടിൽ ഇഡി റൈഡ് വരും. ആശാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കൃത്രിമം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കും. അല്ല, അപ്പൊ നമ്മളെ പിടിക്കൂ? പിന്നെ നമ്മൾ കക്കുന്ന ആകെ സിഗരറ്റും 2 പരിപ്പോടിയൊക്കെ അല്ലേ, ഇതിനൊന്നും ഇടി വരുന്നില്ല. അത് നീ ഓർത്ത് പേടിക്കണ്ട. സമാധാനം. നമുക്ക് എന്തായാലും പാർട്ടി ഓഫീസിലൊന്ന് പോയിട്ട് അന്വേഷിച്ചാലാ? അന്വേഷിക്കാം. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാലാ? എന്നാ ആശാൻ മുങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മുങ്ങണം, അല്ലെ നമ്മളും പിടിക്കും. അതെന്തിനാ? എടാ, ആശാന്റെ വലം കൈ നമ്മളല്ലേ, കിട്ടിയവനെ കിട്ടിയില്ലെങ്കിൽ കട്ടവനെ പിടിക്കില്ലേ, അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ലേ? അങ്ങനെ ചൊല്ലൊക്കെ. കിട്ടൂടി, അതിന് മുമ്പ് പോയി അന്വേഷിക്കാം. കൊള്ളാൻ വയ്യ. വാ, കേക്ക് എവിടെ നിൽക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. എന്താടേ, ഇന്ന് റൈഡൊന്നും ഇല്ലേ? അതിന് ഞങ്ങള് റൈഡ് പോകാൻ ട്രിപ്പ് ഒന്നും പോകണമെന്നില്ലല്ലോ. ആ റൈഡല്ലടേ, ഇത് മറ്റേ റൈഡ്. ഏത് റൈഡ്? ഓ, ഒന്നും അറിയാത്ത പോലെ. എന്നാലും മറ്റേ സോഫ്റ്റ്വെയർ നിങ്ങൾ എത്ര രൂപയുടെ വാങ്ങിച്ചത്? അത് പിന്നെ അമേരിക്ക എന്നൊക്കെ വാങ്ങുമ്പോ പിന്നെ അത്യാവശ്യം വിലയാവൂലേ? അമേരിക്ക എന്തൊരു നീയൊക്കെ കൊണ്ടുവന്ന ഫ്ലൈറ്റ് ഉൾപ്പെടെ വാങ്ങിച്ച? ഉടായിപ്പുകൾ പല സൈസ് കണ്ടിട്ടുണ്ട്. ഇത് എന്തൊരു ഉടായിപ്പടെ, ഒരു നാണമാനം വേണ്ടേ? അതും ഇൻസ്റ്റാൾ ചെയ്യണ ഒരു സോഫ്റ്റ്വെയറിന് ഇത്രയും കോടി രൂപ. എന്നിട്ട് എവിടെയൊക്കെ കൊണ്ട് താത്ത ഈ രേഖകൾ അത്രയും?
ഞങ്ങൾക്ക് ആരും പേടിയില്ല. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ. എന്റെ പൊന്നോ, എന്തൊക്കെയായാലും ഈ നാക്കും കോൺഫിഡൻസ് സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ നിന്റെ ആശാനും നേതാക്കളൊന്നും വിളിച്ചില്ലേ? ED റൈഡിനെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? അവര് വിളിക്കും, വിളിക്കാതിരിക്കും. അതൊക്കെ ഞങ്ങളുടെ പാർട്ടി ചർച്ചാ വിഷയം. എടാ പിന്നെ നിങ്ങളിൽ അന്ന് മറ്റേ ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന സോഫ്റ്റ്വെയർ ഇല്ലേ, അതിൽ നല്ലൊരു സാധനം ഉണ്ടെങ്കിൽ എന്റെ ഐഫോണിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് തരൂ. ചെയ്തു തരൂടെ? തമാശിച്ചതാണ്. കൊള്ളാം. രസികൻ. എങ്ങോട്ടാ രണ്ടും കൂടി? ഞാൻ കുറച്ച് പദ്ധതികൾ പ്ലാൻ ചെയ്യാനുണ്ട്. നല്ലതാ, മുങ്ങാനുള്ള സ്ഥലവും കൂടെ നോക്കി വെച്ചോ. അതാകുമ്പോഴത്തേക്ക് നേതാക്കൾക്ക് ഉൾപ്പെടെ മുങ്ങാം. ഞങ്ങൾ എന്തായാലും മുങ്ങാൻ പോണില്ല. അഥവാ മുങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ എപ്പോഴും മുങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം അല്ലേ? നല്ലതാ. പോട്ട് തന്നെ. ശരി, ആയിക്കോട്ടെ. ഇടി 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 ഇടി. ഇനിയിപ്പോ എന്നാ അയ്യോന്നാ ഞാൻ ആലോചിക്കുന്നത്. മെമ്പർ പേടിക്കായിരുന്നു മെമ്പറേ, ഞാനിവിടെ ജീവനോടെ ഇല്ലേ. പേടിക്കാതിരിക്കെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ റെയ്ഡ് നടക്കുമല്ലേ അവിടെ. ഇനി ഇതിന്റെ കൂട്ടാളികളെല്ലാം കൂടെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഈ വീടെങ്ങാനും തല്ലിപ്പൊളിക്കുമെന്നാ എന്റെ പേടി. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഇവിടെ വരാം. എടാ എല്ലാം വിവരദോഷികളാ, അവന്മാർക്ക് അങ്ങനെ ഒന്നുമില്ല. വേണമെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെയൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വിടും, സമരത്തിനും തല്ലിപ്പൊളിക്കാനും ഒക്കെ. ഇപ്പൊ എന്തോ ചെയ്യൂടാ, എന്തെങ്കിലും ഒരു പോംവഴി പറയടാ നീ. ഞാൻ കേന്ദ്രത്തിലോട്ടൊന്ന് വിളിച്ചാലും വിളിക്കാവോ? എന്നിട്ട് വിളിച്ചിട്ട് ഒരു കാര്യം പറയാവോ? എന്ത് കാര്യം? എനിക്കിവിടെ ഒരു പോലീസിന്റെ പ്രൊട്ടക്ഷനോ പട്ടാളത്തിന്റെ പ്രൊട്ടക്ഷനോ എന്തെങ്കിലും ഒന്ന് തരാൻ പറയാവോ? ഹൈക്കമാൻഡ് പറഞ്ഞ പട്ടാളം വരും എന്നാ പറയടാ. പക്ഷെ ഹൈക്കമാൻഡ് പറയൂല. എന്ത് പറയാത്? പറഞ്ഞാലും പട്ടാളം കേൾക്കൂല. അയ്യോ, പട്ടാളം കേൾക്കൂലേ? അപ്പൊ പിന്നെ എന്തോ ചെയ്യും? മെമ്പർ എന്തായാലും പേടിക്കായിരിക്കും. ഈ ഗേറ്റ് കഴിഞ്ഞ് ഒരുത്തനും ഇങ്ങോട്ട് കയറൂല. മുന്നിൽ ഞാൻ തന്നെ കാണും. നിന്നെ കൊന്നിട്ടാണെങ്കിലോ? മെമ്പറേ അല്ല, എന്റെ ഒരു പേടി കൊണ്ട് പറഞ്ഞു. എടാ ഈ വീട് വെച്ചിട്ട് ഇതിനകത്ത് താമസിച്ച് കൊതി തീർന്നിട്ടില്ലടാ. ഇതെങ്ങാനും തല്ലിപ്പൊളിച്ച് കളഞ്ഞാൽ പിന്നെ എനിക്ക് പോയി കിടക്കാൻ ഒരു കിടപ്പാടം ഇല്ലാതെ വരും. മെമ്പർ നമ്മുടെ പാർട്ടിയുടെ ധീര വനിതയല്ലേ, ഒന്ന് സ്ട്രോങ് ആയിട്ട് നില്ല്. ഒരുത്തന്മാര് ഈ പഠിക്കാത്തോട്ട് കയറൂല. തീരെ വനിതയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ വെറും പുറംപൂച്ചാടാ. ഉള്ളിൽ എനിക്ക് നല്ല ഭയമുണ്ട്. മെമ്പറെ ഇങ്ങനെ ചുമ്മാ എന്നെ കൂടെ പേടിപ്പിക്കല്ലേ. നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. ആര് വന്നാലും നമ്മൾ നേരിടും. നമ്മൾ സമരപരമ്പരകളിലൂടെ ഉണ്ടായ പാർട്ടിയല്ലേ അല്ലേ? ആണ്. അത്രേ ഉള്ളൂ. നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. പിന്നെ എനിക്ക് പെട്ടെന്നൊരു സ്ഥലം വരെ പോകണം മെമ്പറെ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഏത് സ്ഥലം? ഒരു സ്ഥലം. ഇവിടെ പോകുന്ന സ്ഥലത്തിന് പേര് പോലും അറിയത്തില്ലയോ? ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. ഒന്നും അല്ലയോടാ? ഞാനോ? ഇല്ല മെമ്പറെ, ഞാൻ പോരാ. ഓ, എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മെമ്പർ ഇവിടെ നില്ലേ, പോലെ എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കിട്ടൂല. എടാ കൊച്ചാപ്പി, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകുവല്ലേ? അല്ലേലും അങ്ങനെ ഒരു കാര്യം വരുമ്പോ ഒരുത്തനും ഉണ്ടാവത്തില്ല, എല്ലാരും തനിച്ചാവും. മെമ്പറെ പോടാ. എടാ നീയേ തമാശ കളിക്കുന്ന ആശാനൊന്ന് വിളിച്ചേ. അതിനാ മുങ്ങണോ അതോടെ നിക്കണോന്ന് അറിയണ്ടേ? അത് ശരിയാ. ഡൗട്ടില്ലടാ. ഹലോ ആശാനെ, എന്താടാ പറയടാ. എന്താ അവസ്ഥ? ഞങ്ങൾ മുങ്ങണാ? എങ്ങോട്ട് മുങ്ങാൻ? അല്ല ആശാനെ, കാര്യങ്ങളൊക്കെ എന്ത് കാര്യം പറയണേ? അല്ല, ED വന്നു, പിടിച്ചു, പ്രശ്നമായി എന്നൊക്കെ കേട്ടു. എടാ ED വന്നു എന്നുള്ളത് ശരിയാടാ. പിന്നെ EDക്ക് പിടിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അതെന്തേ? എടാ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നമ്മുടെ പാർട്ടിക്കാർക്ക് ഇതിലും ഭയങ്കര സാധനമൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമ്മളതനുസരിച്ച് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുള്ളൂ. അല്ല ആശാന എന്താ ചെയ്തേ? എടാ അതായത് ഈ പറഞ്ഞ ഫയലുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അടക്കി വെച്ച് ചെയ്തില്ലേ, ഷെൽഫും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മളങ്ങോട്ട് തീ വെച്ചു. ഭരണത്തിന് ഇറങ്ങണതിന് മുമ്പ്. എടാ ഇനി ED അല്ല, CID അല്ല, CBI വന്നാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആശാൻ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നിന്റെ ആശാനായ ഞാനും എന്റെ ആശാനായ നേതാവും ഇതല്ല ഇതിന്റെ അപ്പുറവും ചാടിക്കടന്ന് വന്നിട്ടാണ് ഈ നിധിയിലെത്തിയത്. കേട്ടാ, ആശാന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, അതൊന്നും പഠിക്കാനൊന്നും ഈ ജന്മം പോരടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, നീയൊന്നും സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു കാര്യം. നമ്മുടെ മന്ത്രിക്ക് എന്താ ക്യാബിനറ്റ് സാധനം പറഞ്ഞില്ലേ? ഓർമ്മയില്ലേടാ? എടാ ഇതേപോലത്തെ റെയ്ഡുകളൊക്കെ ഉണ്ടല്ലോ, ഒരു സുരക്ഷാ കവചം മാത്രം. കുണ്ടലം? എടാ കുണ്ടലം ഒന്നും ഒന്നുമില്ല. അത് ചെവി വെക്കാൻ പാടില്ല. ഈ ക്യാബിനറ്റ് പദവി ഉണ്ടെങ്കിലുണ്ടല്ല, ഈ റെയ്ഡിനൊക്കെ ഒരു മയം ഉണ്ടാവും. അത്ര തന്നെ. ഞാനൊരു യാത്രയിലടാ കേട്ടാ. ഞാൻ വിളിക്കാം.
ഓക്കെ ഓക്കെ ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു വിളിച്ചോ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാലെന്റെ ആശാന്റെ ബുദ്ധി കണ്ട നീ. ചേടാ ആശാനും നേതാവ് ഒരു സംഭവം തന്നെ അല്ലേ? പിന്നല്ല, ഗംഭീര സംഭവം. എന്താ ഞാനേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, അത് ക്യാൻസൽ ചെയ്താ. എവിടേക്ക്? അല്ല ഞാൻ ചെറുതായിട്ടൊന്ന് വിളിച്ചോടാനായിട്ട്. നീ അതിന്റെ ഇടയിൽ കൂടെ മുങ്ങാൻ പ്ലാൻ ചെയ്തല്ലേ എടാ, എന്നോട് പറയാണ്ട്? പിന്നെ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ മുങ്ങാൻ പോകുന്നത്? നാട്ടുകാരും അറിയില്ലേ? എന്തായാലും നമ്മൾ രക്ഷപ്പെടുന്ന ഇതിനെ മരിക്കണേ ഞാൻ. അല്ല അപ്പൊ നീ എവിടേക്കും ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ലേ? ഞാൻ പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഫ്ലൈറ്റാ ബുക്ക് ചെയ്തേ. എവിടേക്ക്? ദുബായിക്ക്. ആ